എന്ത് വിലയുണ്ട്? നമുക്ക് 265. 265 മോഡൽ ഏതാ മോഡൽ? അത് 2019 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇത് 19 ഡീസലാ? 19 ഡീസൽ. മാഗ്നയാ? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 585. 585 മോഡൽ ഏതാ? 2019 അല്ലേ? മോഡൽ കൂടിയ ഡീസൽ വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ശരി, ഇതാണെങ്കിലോ സ്വിഫ്റ്റ് കൊടുക്കാം 235. മോശമില്ലാത്ത ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടി. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 195 ചോദിക്കണം, മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് 2 ഉള്ളിൽ നിങ്ങൾക്ക് 15 വണ്ടി എടുത്തുകൊണ്ട് പോകാം. ലോ കിലോമീറ്റർ വണ്ടി, അതുപോലെ തന്നെ വെള്ളം കൂടി ഉണ്ടല്ലോ. ഇത് 2000 കിലോമീറ്റർ ആയിട്ട് പോയിട്ടുള്ളൂ. CNG വണ്ടിയാണ്. CNG ഉണ്ട്. 60-50 അങ്ങനെ കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? 30 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. 60 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ആണ്. ചെറിയ വില കൊടുക്കാവുന്ന 1.5 രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ്. 1.5 രൂപയ്ക്ക് ഇത് കൊടുക്കാം അല്ലേ? പിന്നില്ലേ, അടിപൊളി. ജില്ലാടി പോലെ വണ്ടി. പിന്നെ അല്ലാണ്ടോ, ഇതൊക്കെ അന്നും ഇന്നും മുതലാണ് സാധനം. മഴക്കാലമൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പഴയ പോലെ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. പോരാത്തതിന് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാട് തന്നെയാണ്. അപ്പോൾ കാറൊക്കെ വാങ്ങേണ്ട സമയമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കാർ വാങ്ങണമല്ലോ. കാരണം മഴയാണ്, പ്രശ്നങ്ങളാണ്, എല്ലാം വിഷയം തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് വണ്ടികൾ, പക്ഷേ നിങ്ങളൊരു ബൈക്ക് ഉപയോഗിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇന്നിവിടെ ഉള്ളത് എല്ലാം തന്നെ കേട്ടോ. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് കയ്യിൽ പൈസ ഇല്ല കാർ വാങ്ങാൻ, അങ്ങനത്തെ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു ബൈക്ക് വിറ്റേക്കുക, അത് കിട്ടുന്ന പൈസ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഒരു ബൈക്കിന് ലോൺ അടയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ലോൺ അടച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം വണ്ടികളും. അതായത് ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല കിടിലം കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലൈ വീൽസിലാണ്. നിലവിൽ ഫ്ലൈ വീൽസ് ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും കൂടി നടുവിലായിട്ട് തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഹൈവേ സൈഡിൽ തന്നെയാണ്, കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മെയിനായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ. അക്കാര്യത്തിൽ 100% നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെയുള്ള എല്ലാം തന്നെ. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. കാരണം ഷെയർ ചെയ്താൽ അത് എല്ലാവരിലേക്കും എത്തും, അപ്പോൾ അത് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ എന്നാൽ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ചധികം വണ്ടികൾ കാണിക്കാനുണ്ട്. അമീൻ ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. തുടങ്ങല്ലേ? നമ്മളിന്നാ തുടങ്ങിയേക്കാം. കുറെ വണ്ടികൾ കാണിക്കാണ്ടല്ലേ? ഇഷ്ടംപോലെ വണ്ടികൾ. ആദ്യം തന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, മഴക്കാലമൊക്കെയാണ്, കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ച് കൊടുക്കണം. മാക്സിമം വില കുറച്ച് മഴക്കാലത്തിന്റെ ഓഫറോട് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടിയില്ലേ? ഇഷ്ടം പോലെ വണ്ടികളുണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ. അതായത് ബൈക്കിന് ലോൺ അടയ്ക്കുന്ന പോലെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളുണ്ടല്ലേ? ഫുൾ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാവുന്ന വണ്ടികളുണ്ട്. പക്ഷേ അടിപൊളി സിവിൽ സ്കോർ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. അവിടെ ഒരുപാട് വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് കാണിച്ചു കൊടുക്കുക. ഏതാ മോഡൽ? 2021 മോഡൽ സ്വിഫ്റ്റ്. വെറും 10,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. LXi ആണ്. ബേസിക്കലി വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. വിലയും കുറച്ച് തരാം. സീറോ ഡൗൺ പേയ്മെന്റ് അല്ലേ? സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? 10,000 കിലോമീറ്റർ. വെറും 10,000 കിലോമീറ്റർ. തമാശക്ക് എടുത്തായിരിക്കും അല്ലേ? എന്തായാലും മോശമല്ല, ഓട്ടോ ഒന്നും ഇല്ലല്ലോ. അതെ. മാനുവൽ അല്ലേ? പിന്നെ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നും. എന്ത് വിലക്ക് കൊടുക്കും? നമുക്ക് 565 കൊടുത്തേക്കാം. 565 ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 21 വണ്ടി അല്ലേ? 2021 വണ്ടി. അത് 1 രൂപ പോലും മുടക്കണ്ട. 1 രൂപ പോലും മുടക്കണ്ട. അടിപൊളി. ഇതാണെങ്കിലോ? ഇത് 18 VXi. 18 VXi ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 41,000 കിലോമീറ്റർ. 41,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ അല്ലേ? ഇത് നമുക്ക് 535. 535 VXi. 18 VXi അല്ലേ? 18 VXi. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയാലും ഒരു പണി എടുക്കേണ്ടി വരില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഫുള്ള് കമ്പനിയിൽ ഇതുള്ളതല്ലേ. 27 വരെ കമ്പനി തന്നെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ തപ്പി ഇറന്നിട്ട് കിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു അമേസ് എടുക്കാൻ വലുത് കാണിച്ചാലോ? അമേസ് 2013 മോഡൽ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. 13 കയറ്റിയേക്കണ വണ്ടി. അലോയ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ബോഡി വൈസ് നല്ല നീറ്റ് അല്ല വണ്ടി? അതെ. എസ് വേരിയന്റ് തന്നെയാണ്. മിഡിൽ ഓപ്ഷൻ ആണ്, എസ് ആണ്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് അയച്ചു കൊടുത്താട്ടോ അമീന? അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അയച്ചു കൊടുത്താൽ. അതായത് മോഡൽ പറഞ്ഞേ? 2013 മോഡൽ. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആവുമ്പോൾ 330 കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് ആ അലോവിയിൽ തന്നെ മുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പോളോ തപ്പി നടക്കണവർക്ക് 2018 മോഡൽ ഡീസൽ വണ്ടി, ഹൈലൈൻ പ്ലസ്. 18 ഡീസൽ ഹൈലൈൻ പ്ലസ് 10 കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അടിപൊളി, നല്ല നീറ്റ് വണ്ടി കേട്ടോ. പക്കാ ക്വാളിറ്റി വണ്ടി. ഇതും ഫുൾ ഫിനാൻസ് ഇട്ട് നമുക്ക് 5,80,000 രൂപ കൊടുത്തേക്കാം. 2016 വണ്ടി അല്ലേ? 18 വണ്ടി. ചെറിയ വില. 18-ന് 6 585 കൊടുത്തേക്കാം. വില കുറക്കണമെന്ന് പറയില്ലേ, വില കുറച്ചാ പറയണത്. എല്ലാത്തിനും മാക്സിമം കുറച്ചാ പറയണത്. ശരി, 18 വണ്ടിയാണ് 585 കിട്ടുന്നത്. അതും ഡീസൽ. ഇതിന് വേറെ അപാകത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ലോണും കിട്ടും. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഡിസൈർ 2018 ZXi പെട്രോൾ. ZXi പെട്രോൾ അല്ലേ? ടോപ്പ് വേരിയന്റ് തന്നെയാണ്. അതെ. പിന്നെ ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 93,000 കിലോമീറ്റർ ആണ്. ഏതാ? 93,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ അല്ലേ? പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.
അല്ലേ? ഇത് നമുക്ക് ചെറിയ 5 രൂപ കൊടുത്തേക്കാം. 5,50,000 5,50,000 രൂപ ഇത് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഫുൾ ഫിനാൻസ് കൊടുക്കാം. അതും ബട്ടൺ സ്റ്റാർട്ട് വരുന്ന പെട്രോൾ വണ്ടിയാണ് കേട്ടോ. അതെ. പിന്നെ വേറെ അപാകത ഇല്ലെന്ന് ഉറപ്പല്ല? ഒരു അപാകതയില്ല, 100% ഉറപ്പാണ്. അതുപോലെ തന്നെ അവിടെ ഒരു പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി 2018 മോഡൽ VDI. 18 VDI ആണല്ലേ? 18 മോഡൽ 19 രജിസ്ട്രേഷൻ ലാസ്റ്റ് വണ്ടി. വെടിക്കെട്ട് അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. 110 കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസും ഉണ്ട്. അപ്പൊ 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ളത് എല്ലാം കമ്പനി തന്നെ ചെയ്തേക്കണാണ്. വില കുറയോ? അതിനനുസരിച്ച് വില കുറയാലോ. 5,55 ഇതും കൊടുക്കാം. ഡീസൽ വണ്ടി 18 പറഞ്ഞേ? 19 VDI അല്ലേ? VDI അടിപൊളി സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി, ഹൈ ക്വാളിറ്റി. ഇതൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇന്നോവ ആണെങ്കിലോ ബ്രോ? ഇതാകുമ്പോൾ 2012 മോഡൽ ഒറിജിനൽ കേരള. 12 ഒറിജിനൽ കേരള വണ്ടി വി തന്നെ കേട്ടോ. വി ആണ്. അടിപൊളി. കിലോമീറ്ററോ? ഇതിന്റെ 1.25 ലക്ഷം കിലോമീറ്റർ. ഒന്നും പിന്നെ കിലോമീറ്ററിലൊന്നും വലിയ കഥയൊന്നും ഇല്ല. 10 ലക്ഷം ഓടിയാലും നിന്ന് കറക്റ്റ് സർവീസ് ചെയ്താൽ മതി. അതെ. 12 വി കേരള വണ്ടി എന്താ വില? ഇതാകുമ്പോൾ നമുക്ക് 7.65 കൊടുത്തേക്കാം. 7.65 നെഗോഷ്യബിൾ ആവണല്ലോ അല്ലേ? മാക്സിമം കുറച്ച് പറയണതാ. എന്തെങ്കിലും കൂടി ഞാൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് സ്പെഷ്യൽ ആയിട്ട് പറയണം കേട്ടോ. കാരണം ഇവിടെ ചോദിക്കുന്ന വിലയൊക്കെ വ്യത്യാസം ഉണ്ടാവും. വീഡിയോ കണ്ടാണെങ്കിൽ അത് പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കുറച്ച് തരും. ഇത് 2017 മോഡൽ TUV T8 ആട്ടോ. T8 ഏറ്റവും കൂടിയ വേരിയന്റ് വന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മോഡൽ പറഞ്ഞാൽ ഇത് 18 അല്ല 18 അല്ല 17 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ അല്ല ഇപ്പൊ എന്റെ പേരിലോട്ട് ആക്കിയേക്കുക. 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. എന്താ വില? ഇതാകുമ്പോൾ നമുക്ക് 4.35 കൊടുത്തേക്കാം. 4.35 ഫുൾ ലോൺ കയറി നെഗോഷ്യബിൾ ആവില്ലേ? മാക്സിമം കുറച്ചുള്ള ഇതൊക്കെ 4.85 4.65 17 ഫുൾ ഓപ്ഷൻ ആണല്ലേ? 4.35 ചോദിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഇന്നോവ ആണെങ്കിലോ? ഇതാകുമ്പോൾ 2015 മോഡൽ G4. 15 G4 അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. ക്വാളിറ്റി വണ്ടിയാണ്. അതെ. 15 G4 ആണ്. കിലോമീറ്റർ ബ്രോ? കിലോമീറ്റർ ഇതിന്റെ 1.5 തന്നെയാണ്. കമ്പനി സർവീസ് ഉള്ള ഇതല്ലേ? കമ്പനി സർവീസ് ഉണ്ടല്ലേ? റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 8,000 രൂപ കൊടുത്തേക്കാം. 8,000 രൂപ. 2015 വണ്ടി കേട്ടോ. അതെ. എന്തെങ്കിലുമൊക്കെ കുറയാണ്ട് കുറച്ച് കൊടുക്കൂലേ? ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള 2015 വണ്ടി. അതുപോലെ തന്നെ ഒരു ഡിസൈർ ഉണ്ടല്ലോ ബ്രോ? ഇത് 2014 മോഡൽ ZDI ആണ്. 14 ZDI അല്ലേ? 24 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. നമ്മുടെ കോട്ടർജെറ്റ് എഞ്ചിൻ വരുന്ന നല്ല നീറ്റ് വണ്ടിയാണ്. അലവിലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ബട്ടൺ സ്റ്റാർട്ട് വെച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലേ? ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് 14 ആണ് ZDI എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട്? 4,000 രൂപ കൊടുത്തേക്കാം. കിലോമീറ്റർ എത്രയാ? ഇതിന്റെ 1.20 1.30 കമ്പനി സർവീസ് 4,400 കൊടുത്തേക്കാം. 4,25,000 രൂപ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി, ക്ലീൻ വണ്ടി. അതുപോലെ തന്നെ ഒരു എർട്ടിഗ ഉണ്ടല്ലോ. ഇത് 2013 മോഡൽ VDI ആണ്. 13 VDI ആണ്. 160 കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. അടിപൊളി. VDI ആണ്, ഡീസൽ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇത് മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മേജറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കമ്പനി ഉണ്ട്. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് എടുത്താൽ മതി. കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും മെക്കാനിക് ഉണ്ട്, അവരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാം. ശരി. ഇവിടെ നിറക്കാൻ നേരത്ത് പക്കാ ക്വാളിറ്റി ആയിട്ട്. എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ 4,000 രൂപ കൊടുത്തത്. 4,20,000 രൂപ. അതും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാർ കുറച്ച് തരും. വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അത് പറയണം. അതുപോലെ തന്നെ ഈ 2017 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ 17 അല്ലേ? നല്ല നീറ്റ് ആണല്ലോ വണ്ടി. ക്വാളിറ്റി വണ്ടിയാണ്. നല്ല അടിപൊളി ക്വാളിറ്റി കേട്ടോ. ഒരു കുറ്റം പറയാനില്ല. ഇത് നമുക്കിപ്പോ കിലോമീറ്ററോ? ഇതിന്റെ 60,000 കിലോമീറ്റർ അങ്ങനെയാണ് ഓടിയേക്കണത്. 60 ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് 3.65 കൊടുക്കാം കേട്ടോ. 3.65 കൊടുക്കാം അല്ലേ? അടിപൊളി. നല്ല നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എടുത്തോളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു i20 കിടപ്പുണ്ടല്ലോ ബ്രോ? ഇത് ഏതാ മോഡൽ? i20 2017. 17 നല്ല നീറ്റ് വണ്ടിയാണല്ലോ. ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേരിയന്റ് ഇത് സ്പോർട്സ് അല്ലേ? നല്ല കിടിലൻ വണ്ടി. സ്പോർട്സ് മോളിൽ കിടക്കണം. ഇത് എറയാണ്. ബേസ് ആണ് അല്ലേ? AC പവർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരും. ഉണ്ട്. അതെ. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി ആണ് നോക്കണ്ട കേട്ടോ. നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ആപ്പാടെ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? 17 ആണ്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? ഒക്കെ ആകുമ്പോൾ 4.65. 17 അല്ലേ? ഒരു പോലും മുടക്കണ്ട. അതാണ് കേട്ടോ. അമീൻ ബ്രോ, അതേപോലെ തന്നെ ഈ കിടക്കുന്ന ഡിസൈർ ആണെങ്കിൽ 2017 മോഡൽ VDI വണ്ടിയാണ് കേട്ടോ. 17 VDI അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള സർവീസ് ഉണ്ട്. ബോഡി വൈസ് ഒരു കുറ്റം പറയാനില്ല. കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാ വണ്ടിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കില്ല. എല്ലാം അയച്ചു കൊടുത്തേക്കാണ്. എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ടോ. ഓക്കെ. ശരി. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 5.65 കൊടുക്കാം. 5.65. 5.65 നമുക്ക് 17 VDI കൊടുക്കാം. അത് മാക്സിമം വില കുറച്ചാണ്. ഫുൾ ലോണിൽ ഒരു പോലും മുടക്കണ്ട അല്ലേ? ഒന്നും മുടക്കണ്ട. അതേപോലെ തന്നെ ഈ കാണുന്നതാണെങ്കിലോ? 2016 സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാ കേട്ടോ. 16 എർട്ടിഗയാണ്. 7 സീറ്റർ ആണ്. ഡീസൽ ആണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. 10-24 മൈലേജ് കിട്ടും കേട്ടോ. വേരിയന്റ് തന്നെയാണ്. എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 6.35 കൊടുക്കാം. 6.35. അത് ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോൺ കയറും. 6 രൂപയൊക്കെ ലോൺ കയറുന്നതാണ്. 6 രൂപയൊക്കെ എന്തായാലും കിട്ടും അല്ലേ? പിന്നെ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ വേറെ അപാധയൊന്നുമില്ല. വേറെ അപാധ കാര്യങ്ങളൊന്നുമില്ല. 100% ഗ്യാരണ്ടി. അടിപൊളി. അപ്പൊ നമുക്ക് ആ മേലെ കിടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. മേലെ ഇങ്ങനെ സ്റ്റേജിൽ ഇട്ടേക്കുന്ന പോലെ നിരത്തിയിട്ടുണ്ട്. അതായത് സ്വിഫ്റ്റ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 5-8 വണ്ടി ഉണ്ടല്ലേ? ഉണ്ട്.
എന്നാൽ പിന്നെ നേരെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന സ്വിഫ്റ്റ് ഒക്കെ പറഞ്ഞേക്കാം. ഇതേതാ മോഡൽ? ഇത് 2014 മോഡൽ. 14 VXI വണ്ടി. VXI ആണ്, പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി, പക്കാ ക്വാളിറ്റി വണ്ടി. ശരി, ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട് ബ്രോ? ഇത് നമുക്ക് 385 കൊടുത്തേക്കാം. 3,85,000 രൂപയ്ക്ക് 2014 വണ്ടി കേട്ടോ. എല്ലാ വണ്ടി ഹോൾസെയിൽ റേറ്റ്. നല്ല നീറ്റ് ക്ലീൻ ആണ്, പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. അതെ. ഈ i20 ബ്രോ? i20 2017 തന്നെ. 17. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ പറയാതെ 67,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? മാഗ്ന വേരിയന്റ് തന്നെ വണ്ടിയാണ്. അതെ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി ആയതും. എന്ത് വിലയുണ്ട്? ഇതാകുമ്പോൾ നമുക്ക് 4,75,000 രൂപ കൊടുത്തേക്കാം. 4,75,000 രൂപ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. 4,75,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ കിടക്കുന്ന സ്വിഫ്റ്റോ? ഇതും 2014. 14 അല്ലേ? 14 VXI സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഓണർ ആണ്. മെയിനായിട്ട് പറയേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഒരു കുറ്റവും പറയാനില്ല, അപാകത ഒന്നുമില്ല. VXI അല്ലേ പറഞ്ഞേ? VXI വണ്ടിയാണ്. എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 365 കൊടുത്തേക്കാം. 3,65,000 രൂപയ്ക്ക് ഇതാ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അത് അപാകതയൊന്നും ഇല്ലാന്ന് ഉറപ്പില്ല. അപാകത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇതാകുമ്പോൾ 2011 VDI. 11 കിലോമീറ്ററോ? 1.5 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? ഇതിന് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. എന്ത് വിലയുണ്ട്? നമുക്ക് 265. 265 മോഡൽ ഏതാ പറഞ്ഞേ? 2011 VDI. 11 വീഡിയോ. 34 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? ഡീസൽ വണ്ടിക്ക് ഇച്ചിരി വിലയുണ്ട്. അതെ. അത് പിന്നെ അല്ല, ഈ 2 സംതിങ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു വണ്ടിക്ക് അതിൻ്റെതായ ഒരു മാർക്കറ്റില്ലേ അല്ലേ? എങ്കിലും കുറയൂലേ? എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2011 മോഡലാണ്, ന്യൂ ഷേപ്പ് ആണ്, VDI ആണ്. ചെക്ക് ചെയ്ത് അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. അതെ. ഇപ്പോൾ കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും കഴിയൂല. അതാ ഇവിടെ ഇനിയുണ്ട് സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്. ഒരു i20 കൂടി കാണിച്ചിട്ട് ഞാൻ അടുത്ത സ്വിഫ്റ്റ് കാണിച്ചു തരാം. ഈ i20 ഏതാ മോഡൽ? അത് 2019 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇത് 19 ഡീസലാ? 19 ഡീസൽ. മാഗ്നയാ? മോശമൊന്നുമില്ലല്ലോ. 19 ഡീസൽ നല്ല നീറ്റ് വണ്ടിയാണല്ലോ, പക്കാ ക്വാളിറ്റി വണ്ടി. ഇത് കിലോമീറ്റർ എത്ര ബ്രോ? ഇതിന്റെ 1 ലക്ഷം കിലോമീറ്റർ പോയിട്ടുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 585. 585 മോഡൽ ഏതാ? 2019 അല്ലേ? മോഡൽ കൂടിയ ഡീസൽ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ശരി. ഇതാണെങ്കിലോ സ്വിഫ്റ്റ്? ഇതാകുമ്പോൾ 2016 67,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് VXI പെട്രോൾ അല്ലേ? ഈ പെട്രോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കംപ്ലൈൻസ് കുറവായി. വണ്ടിയല്ലേ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് മെയിൻ്റെനൻസ് ഒക്കെ. അതെ. പിന്നെ ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 61,000 കിലോ അത്ര ഓടിയുള്ളൂ അല്ലേ? VXI ആണ്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പക്ക, എല്ലാം പക്കാ ക്വാളിറ്റി ഉണ്ട്. എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ 4,000 രൂപ കൊടുക്കാം. 4,000 രൂപ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? മാക്സിമം ലോണും കയറും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. അതേപോലെ തന്നെ ഇത് ഗ്രേ കളർ വണ്ടി ഉണ്ടല്ലോ, ഇത് 2016 16 അല്ലേ? ഇത് മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഇത് ബോണറ്റ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മാത്രമേ ഉള്ളൂ, വേറെ അകത്തോട്ട് അങ്ങനെ അടിയൊന്നുമില്ല, കയറിയിട്ടൊന്നുമില്ല അല്ലേ? ശരി. ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇതാകുമ്പോൾ നമുക്ക് 4,45 കൊടുക്കും. 4,40 കൊടുത്തേക്കാം. 4,40 അല്ലേ? ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന 2018 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ. 18 ഐറ്റൺ അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി, നല്ല സ്പോർട്സ് ആണ്. കിലോമീറ്റർ ബ്രോ? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 385 കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? ഇതിന്റെ 82,000 കിലോമീറ്റർ. 82,000. 385 അല്ലേ? റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? 385 അല്ല, 3.45 കൊടുക്കാം. 3.45 റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? റീപ്ലേസ് ഇല്ല, 100% ഗ്യാരണ്ടി കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വാഗണറോ? അത് 2011. 12 മോഡല് VXI. കിലോമീറ്ററോ? ഇതിന്റെ 80 ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. അതെ അതെ. ശരി. എന്ത് വിലയുണ്ട്? ഇതാകുമ്പോൾ നമുക്ക് 2.35 കൊടുക്കാം. 2.35. മോശമില്ലാത്ത ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു വണ്ടി കൂടി ഉണ്ടല്ലോ. ഇത് 2018 മോഡൽ വാഗണർ. 18 VXI ആണ്. 72,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. വിലയോ? ഇതാകുമ്പോൾ 4 രൂപ കൊടുത്തേക്കാം. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ കൊടുക്കാം. 18 വണ്ടിയാണ് ആലോചിക്കണം. 4 ലക്ഷം രൂപയ്ക്ക് അതും നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇതോ? ഇത് 2015 ഇയോൺ ഹെറാ പ്ലസ് അല്ലേ? എത്ര കിലോമീറ്റർ? 48,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. 15 48 വളരെ ലോ കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. വിലയ്ക്കോ? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 1.95 ചോദിക്കണം. മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? 2 വണ്ടി ഉള്ളിൽ നിങ്ങൾക്ക് 15 വണ്ടി എടുത്തുകൊണ്ട് ലോ കിലോമീറ്റർ വണ്ടി. അതുപോലെ തന്നെ വെള്ളം കൂടി ഉണ്ടല്ലോ. ഇത് 2017 ആണ്. 17. അടിപൊളി. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോട്ടോ ഇയോണൊക്കെ. ഇത് 2017 ഇയോൺ ഹെറാ പ്ലസ് ആണ്. ഇത് 67,000 അങ്ങനെയാണ് കിലോമീറ്റർ ഓടിയേക്കുന്നത്. 67 ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി നല്ല നീറ്റ് ആണല്ലോ. അതെ അതെ. വിലയോ? ഇതൊക്കെ ആകുമ്പോൾ 2.20 ആ റേഞ്ചിന് കൊടുക്കാം. 2.20 റേഞ്ചിൽ കൊടുക്കാം അല്ലേ? അതും നെഗോഷ്യബിൾ ആണ്. അതിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് വണ്ടി തരും. നിങ്ങളിവിടെ വന്നാൽ മതി, വന്നാൽ എടുക്കാണ്ട് പോവില്ല. ഇത് ഏതാ പ്രോ മോഡലൊക്കെ? ഇത് 2016 VXI ഓപ്ഷനിലാണ്. 16 VXI ഓപ്ഷനിലാണ്. 17 VXI ഓപ്ഷനിൽ. 17 മോഡലാട്ടോ. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലീൻ വണ്ടിയാണ് കേട്ടോ. VXI ഓപ്ഷൻ. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ
80 അങ്ങനെയാണ്ട് ഓടിയേക്കാം. 80 സംതിങ് ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? നമ്മൾ 3 പേര് വണ്ടി എടുക്കാനായിട്ട്. വിളിക്കുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് അത് നമുക്ക് പറഞ്ഞു ഒന്ന് അടക്കം കാണിച്ചു കൊടുക്കണേ. ഓക്കെ ഓക്കെ. വിലയോ? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 480 കൊടുക്കാം. 480 കുറയുമല്ലോ അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു കളിയില്ല. പിന്നെ ഈ വേഗനറോ? ഇത് 2011 11 അല്ല 11 18 CNG വണ്ടിയാണ്. പറഞ്ഞു ഇനി പിന്നെ വർത്തമാനം കൊണ്ട് കാര്യമുണ്ടാവില്ല. 18 അല്ലേ? 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആണ്ട് പോയിട്ടുള്ളൂ. CNG വണ്ടിയാണ്. CNG ഉണ്ട്. 60-50 അങ്ങനെയാണ്ട് 30 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? ഇതിന് 30 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. 60 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ആണ്. ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ സാധനം. എന്ത് വില ഉണ്ട്? ഇതൊക്കെ ആവുമ്പം 4,000 രൂപ കൊടുത്തേക്കാം. 4,400 കൊടുക്കാം. 18 CNG വണ്ടി. അടിപൊളി. പിന്നെ CNG ആണ്. 420 നിങ്ങൾക്ക് എടുക്കാം. ഒരു സ്കോർപ്പിയോ കാണിച്ചു കൊടുത്താലോ? അത് 2006 സ്കോർപ്പിയോ. 2006 ആണല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ അല്ലേ സ്കോർപ്പിയോയിലുള്ളൂ. പക്ക ക്വാളിറ്റി ഉണ്ട്. 16 മോഡല് അല്ല സോറി 6 മോഡല്. പേപ്പർ പക്കയാണ്. 27 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. ചെറിയ വില കൊടുക്കാവുന്ന 1.5 രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ്. 1.5 രൂപയ്ക്ക് ഇത് കൊടുക്കാം അല്ലേ? പിന്നില്ലേ അടിപൊളി. ജില്ലാടി പോലെ വണ്ടിയല്ലേ? പിന്നെ അല്ലാണ്ടോ ഇതൊക്കെ അന്നും ഇന്നും മുതലാണ് സാധനം. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ന് പറയാൻ പറ്റിയല്ല. ഡീസൽ വണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ നിറക്കാൻ നേരത്ത് പക്കയായിട്ട് കൊടുക്കണം. ഒരു 6 മാസം കഴിഞ്ഞ കംപ്ലൈന്റ് പൊങ്ങാനുണ്ട്. അങ്ങനെ ചെറിയ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിയായി കൊടുക്കാം. കൊടുക്കും അല്ലേ? ഭാവിയിൽ ഒരു കംപ്ലൈന്റ് ഇല്ലാന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. മനുഷ്യന് നിലവിൽ കൊടുത്തു വിടുമ്പോൾ വണ്ടി പക്കയാണ്. കൊടുത്തുവിടാൻ നേരത്ത് പക്കയാണ്. ശരി. ഇത് ഈ സ്വിഫ്റ്റോ? ഇത് 16 മോഡൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. 16 സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് കാര്യം എല്ലാം ഉള്ളതാണ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല. ശരി ശരി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നീറ്റ് അല്ല വണ്ടി? നീറ്റ് ആൻഡ് ക്വാളിറ്റി. എന്ത് വിലയുണ്ട്? നമ്മൾ 4,000 രൂപ ചോദിക്കണം. 4,000 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഇതൊക്കെ ചെയ്ത് കൊടുക്കുക. അടിപൊളി. ഒരു ഡിസൈർ കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 2013 മോഡൽ ഡിസൈർ VDI. 13 VDI അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. 126 കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. വേറെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി. വിലയോ? ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 3,500 രൂപ ചോദിക്കണം. 3,50,000 രൂപയ്ക്ക് നല്ല അടിപൊളി 13 മോഡൽ വണ്ടി എടുക്കാം. അതും VDI ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി. ഒരു വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ? എറ്റിയോസ്. ഇത് 2012. 12 എറ്റിയോസ് GD ആണ്. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. 14 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. വേറെ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ശരി. എന്ത് വിലയുണ്ട്? നമ്മള് 360 ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആവൂലേ? ഇതൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ മാക്സിമം നല്ല കസ്റ്റമേഴ്സിന്റെ വണ്ടികൾ പാർക്ക് ആൻഡ് സെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ചോദിക്കണ വില നമ്മൾ മാക്സിമം ഇത് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ വരിക, സംസാരിക്കുക, മാക്സിമം കുറച്ച് മേടിക്കാൻ പറ്റും അല്ലേ? മാക്സിമം കച്ചവടം നടന്നു പോകാന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ അൾട്ടോ നോക്കി നടക്കുന്ന ഒരാളെങ്കിലും 2020 CNG ആണ് കേട്ടോ. 20 മോഡൽ CNG വണ്ടി. ഇത് 47,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ ബ്രോ. പിന്നെ ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3,000 രൂപ. 30 കിലോമീറ്റർ മൈലേജ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും കിട്ടും. 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് കിട്ടും. അതെ. ഇതാണെങ്കിലോ? 2022 മോഡൽ. 22. ഇത് CNG അല്ലല്ലോ? ഇത് CNG അല്ല. ഇത് 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അപാധിയിലല്ലോ? 2022 മോഡൽ. അപാധ കാര്യങ്ങളൊന്നുമില്ല. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ 385. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന വിലകളൊക്കെ കുറച്ച് നിങ്ങൾക്ക് മാക്സിമം വണ്ടി തന്നു വിടും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് 2019 സെലീരിയോ VXI ഓട്ടോമാറ്റിക് ആണ്. 19 സെലേറിയോ VXI ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്റർ ബ്രോ? ഇതിന്റെ 81,000 അങ്ങനെയാണ് കമ്പനി സർവീസ് ഓടിയിട്ടുള്ളൂ അല്ലേ? പ്രൈസോ? ഇതൊക്കെ ആകുമ്പോൾ 4,300 രൂപ ചോദിക്കുന്നത്. 4,75,000. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ പറയാനില്ല. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. അമീൻ ബ്രോ, ഒറ്റ കാര്യം പറയാനുള്ളൂ, ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ച്, ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. കോട്ടയം ജില്ലയിൽ ലൈസൻസ് ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ്. ഇപ്പോൾ ഒരു അടിപൊളി ഒരു അമേസ് കൂടി കാണിച്ചു കൊടുക്കാമല്ലോ. അടിപൊളി എന്ന് പറഞ്ഞതിന്റെ കാരണം ഡീസലാണ്. ന്യൂ ഷേപ്പ് വണ്ടി 19 ന്യൂ ഷേപ്പ് ഡീസലാണ്. ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിടിലൻ സാധനം അല്ലേ? 4 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ഉറപ്പായിട്ടും. പിന്നെ ഇത് കിലോമീറ്റർ വണ്ടിയാണ്. 1.30 കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല അല്ലേ? വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി? പ്രശ്നമില്ല, 100% ഗ്യാരണ്ടി. അതെ, നമ്മൾ വെറുതെ എന്തെങ്കിലും പറയൂല കേട്ടോ. നിങ്ങളിവിടെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞാലും നമുക്കത് പരിഹാരം ഉണ്ടാക്കി തരാം. അതാണ്. പിന്നെ ഒരു റീപ്ലേസും ഇല്ല? ഇല്ല, ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും. ശരി. എന്താ വില എന്ന് പറയുമ്പോൾ നമുക്ക് 5,300 രൂപ കൊടുത്താൽ 5,75,000 രൂപ. അടിപൊളി. ഫുൾ ഫിനാൻസ് ഇട്ട്, ഫുൾ ഫിനാൻസ്, ഒരു രൂപ പോലും മുടക്കണ്ട അല്ലേ? ഒരു രൂപ മുടക്കണം. അപ്പം ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. നല്ല ക്വാളിറ്റി ഉള്ള അമേസ് വേണമെങ്കിൽ അമീൻ ബ്രോ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ടല്ലേ? അത് എവിടെയും കിടപ്പുണ്ട് ഇഷ്ടം. അതെ അതെ. അപ്പോൾ നമുക്ക് എന്നാൽ ഇവിടെയുള്ള കുറച്ച് വണ്ടികൾ, നല്ല കിടിലൻ വണ്ടികൾ കുറച്ചെണ്ണം കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കാമല്ലോ. ആദ്യത്തെ വണ്ടി തന്നെ സ്വിഫ്റ്റ് അല്ലേ? ഇത് 2015 മോഡൽ സ്വിഫ്റ്റ് VXI ആണ് കേട്ടോ. VXI അല്ലേ? 15 ആണ്. 15 വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാ അല്ലേ? പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ ബ്രോ? ഇത് 85,000 കിലോമീറ്റർ. 85 ഓടി സർവീസ് ഉള്ളതാണ്. അതെ അതെ അതെ. ബോഡി വൈസ് ഒന്നും വേറെ കുഴപ്പമൊന്നും. ഈ ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അകത്തോട്ടൊന്നും കമ്പനി തന്നെ ഇതുള്ളതാണ്. അതെ. പിന്നെ ഇന്ത്യയിലൊക്കെ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കാൻ പക്കയാണ്. ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ എത്ര പറഞ്ഞേ?
ഇത് 85,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ശരി, ഇത് നമുക്ക് എന്താ വില? ഇതാകുമ്പോൾ നമുക്ക് 3,65 കൊടുക്കാം. 3,85 കൊടുക്കാം. 385 ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ആവുമല്ലോ അല്ലേ? മാക്സിമം കുറച്ച് പറഞ്ഞാൽ 4 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആൾക്കാർ കുറച്ച് കൊടുക്കുന്നേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. അടിപൊളി. അപ്പോൾ ഞാൻ നോക്കിക്കോളൂ. അതുപോലെ തന്നെ അത് കിഡിലൻ ബ്ലാക്ക് ബൊലേറോ കിടപ്പുണ്ട്. ഇത് നല്ല മോഡൽ സാധനമാണല്ലോ. ഏതാ മോഡൽ? ഇത് 2013 ബൊലേറോ ആണല്ലേ? SLX ആണ്. നല്ല പൈസ മുടക്കിയ വണ്ടിയല്ലേ? അതെ അതെ. കാരണം ഇതിന് ടയറൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ സീറ്റോറും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തതാണ് കേട്ടോ. ഇന്റീരിയർ ക്വാളിറ്റി സീറ്റോർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്നതാണ്. അതെ. ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഇതിന് അപാകത കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 120. 120. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. എന്താ വില? ഇതാകുമ്പോൾ നമുക്ക് 4,000 രൂപ കൊടുത്തേക്കാം. 4,25,000. 13 വണ്ടി അല്ലേ? 13 വണ്ടി. ഓക്കെ. എന്തെങ്കിലും കുറയാണ്ടേ കുറച്ചും തരും കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? നമ്മൾ 2013 മോഡൽ സ്കോർപിയോ M4 വണ്ടി. അതെ, ഏറ്റവും കൂടിയത് വോയിസ് മെയിൽ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 385 കൊടുത്തേക്കാം. 385. അത് മറ്റേ ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഇച്ചിരി ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 145. 145. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2009 i10. എന്താ മോഡല്? പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. 145. 2009 വണ്ടി അല്ലേ? 2009 വണ്ടി. ഓക്കെ. കിലോമീറ്റർ ഒക്കെ? ഇതിന്റെ കിലോമീറ്റർ 72,000 അങ്ങനെയുണ്ട്. അത് ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ്. കാര്യമായ കുറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. അതുപോലെ തന്നെ ഒരു എർട്ടിക ഉണ്ടല്ലോ ബ്രോ? എർട്ടിക 2013 മോഡൽ VDI. 13 VDI അല്ലേ? ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കിട്ടും അല്ലേ? 19 റേഞ്ച് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നുമില്ല അല്ലേ? ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് അധികം ആൾക്കാർ വണ്ടി എടുക്കാൻ നോക്കുന്ന ഒരു സമയമാണ്. അതെ അതെ. എന്താ പ്രൈസ് ഇത്? അതുകൊണ്ട് മഴക്കാല ഓഫറാണ് മുഴുവൻ. അതെ. ഇതൊക്കെ ആവുമ്പോൾ 435. 435. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 13 അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു i20 കിടപ്പുണ്ടല്ലോ ബ്രോ? i20 2012. ഡീസലാ? ഡീസൽ വണ്ടി. സെപ്പറേറ്റ് പെയിന്റ് അടിച്ചാ അല്ലേ? അതെ, പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണാണ്. ശരി. ഇത് നമുക്കിപ്പോ കാര്യങ്ങളൊക്കെ കൂടിയതിട്ടേക്കണാണ് കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 160 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എന്താ വില? ഇതാകുമ്പോൾ നമുക്ക് 2.5 രൂപ ലാസ്റ്റ് കൊടുക്കാം. 2.5 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് 2018 മോഡൽ. 18 ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടിയാണ്. പെട്രോൾ വണ്ടി. VXI അല്ലേ? VXI അല്ല, LXI ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. 4.5 ലക്ഷം രൂപക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. 4.5 ലക്ഷം. 4.5 ലക്ഷം രൂപക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. ഇതൊന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലോ? ഇതൊക്കെ ആവുമ്പോൾ 2011 മോഡൽ വാഗണറാണ്. 11 അല്ലേ? 11 വാഗണർ. നല്ല വൃത്തിയുണ്ട് അല്ലേ? പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. VXI അല്ലേ? VXI വണ്ടിയാണ്. ശരി. ഇത് നമുക്ക് ഇപ്പോ കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 75,000 കിലോമീറ്റർ. എന്താ വില വരുന്നത്? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ചെറിയ വില 2.10 കൊടുത്തേക്കാം. 2.10 11 നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അതെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇയോൺ കിടക്കണ്ടല്ലോ? ഇയോൺ ആവുമ്പോൾ 2017 വണ്ടിയാണ്. 17 കിലോമീറ്ററോ? ഇതിൻ്റെത് 68,000 കിലോമീറ്റർ. പ്രൈസ് ആണെങ്കിലോ? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 2.20 ചോദിക്കണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കയറും. നീല ഉണ്ടല്ലോ? ഇത് 2011 ആണ്. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 11 വണ്ടിയല്ലേ? നല്ല വൃത്തിയുണ്ടല്ലേ? പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ ഗ്ലാസ് ഇവിടെ ഒരു ചിഹ്നലുണ്ട്, അത് നമുക്ക് മാറ്റി കൊടുക്കാം. പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എന്നാലും നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ മാറ്റാണ്ട് നമ്മൾ ഇട്ടേക്കണാണ്. ശരി. എന്താ വില? ഇതൊക്കെ ആവുമ്പോ നമുക്ക് 1.5 രൂപ കൊടുത്തേക്കാം. 1.5 രൂപയ്ക്ക് അല്ലേ? 1.5 രൂപ കൊടുക്കാം. 11 വണ്ടി 1.5 രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ? ഇത് 2007 VDI തന്നെ. 2007 VDI. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 1.47. ശരി. എന്താ വില വരുന്നത്? ഇതൊക്കെ ആവുമ്പോ ഈ പറഞ്ഞ പോലെ 1.5 രൂപ നമുക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക് കൊടുക്കാം. അതും സ്വിഫ്റ്റ് ആണ് ആലോചിക്കണം അല്ലേ? അതും ഡീസൽ വണ്ടി. ഇത് 1.65. മുകളിൽ കിടക്കുന്ന സ്വിഫ്റ്റ് 1.5. 1.65 ഇത് എടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മൈക്രോ ഓട്ടോമാറ്റിക് 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 77,000 കിലോമീറ്റർ. എക്സെല്ലാം തോന്നുന്നു അല്ലേ? ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്ററോ? 77,000 കിലോമീറ്റർ. എന്താ വില വരുന്നത്? ഇതാവുമ്പോൾ 4 ലക്ഷം രൂപക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. 4 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കും. അതായത് 2017 ആലോചിക്കണം. 2018 നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതോ ഐറ്റം? ഇത് 2018 ഗ്രാൻഡ് ഐറ്റം. 18 തന്നെയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 68,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇതൊക്കെ ബോഡി വൈസ് ഉണ്ടോ? ഞാൻ എല്ലാം ഒന്നും ഓടിച്ച് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. വണ്ടികളൊക്കെ നല്ല നീറ്റാണ്, ഒരു കുറ്റം പറയാനില്ല കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കുന്നത്. അതെ അതെ. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 3.65 കൊടുത്തേക്കാം. 3.65 ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. നെഗോഷ്യബിൾ ആവില്ല എന്തെങ്കിലുമൊക്കെ? മാക്സിമം കുറച്ചെല്ലാം വരണം, എന്നാലും നമുക്ക് ചെയ്യുക. 18 വണ്ടിയാണ്. 18 വണ്ടി. ഓക്കെ. 3.65 എടുക്കാം. അതും ഫുൾ ലോൺ കിട്ടും. ഇതാണെങ്കിലോ? ഇത് 2019 വണ്ടി. 19. ന്യൂ ഷേപ്പ് അല്ലേ? ഇത് കിലോമീറ്ററോ? ഇത് വേണ്ട 75,000 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. ശരി. ഇത് നമുക്കിപ്പോ പ്രൈസ്? ഇത് 3,75,000 രൂപ കൊടുക്കും. 3.75 ഫുൾ ഫിനാൻസ് ചെയ്യാം അല്ലേ?
ഓക്കെ, അതായത് 1 രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ഫുൾ ലോൺ 2019 വണ്ടിയാട്ടോ ഇത്. 19 ആണ് കേട്ടോ. ഒരു റെഡ് കളർ ഇയോൺ കൂടി കാണിച്ചു കൊടുത്താലോ? ഇത് 2012 മോഡൽ എറാ പ്ലസ് ആട്ടോ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 12 വണ്ടി, നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി, പക്കാ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കണ്ടാ ഒരിക്കലും 12 ആരും പറയില്ല. ഇല്ല, ഇതിന് വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ശരി, എന്താ വില? ഇത് നമുക്ക് 1.65 കൊടുത്തേക്കാം. 1.65 കൊടുക്കാം. അടിപൊളി. 12 മോഡൽ വണ്ടിയാണ്, 1,65,000 രൂപ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2019 മോഡൽ CNG വണ്ടിയാണ് കേട്ടോ. 19 CNG. 40,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 30 കിലോമീറ്റർ മൈലേജ് അല്ലേ? ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അതെ, ടാക്സിക്കാർക്കോ എങ്ങനെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അതെ, ടാക്സി ആക്കണമെങ്കിൽ ടാക്സി ആക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് ചെറിയ വില 3,000 രൂപ കൊടുത്തേക്കാം. 3.4 3,25,000 രൂപ. 19 വണ്ടി അല്ലേ? 19 ആൾട്ടോ CNG ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. അതാ കിഡിലിന് ഒരു പോളോ. 2016 മോഡൽ പോളോ ഡീസൽ ഹൈലൈൻ പ്ലസ് ആണ് കേട്ടോ. 16 ഡീസൽ ആണല്ലേ? 16 ഡീസൽ ഉണ്ട്. ഹൈലൈൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വണ്ടി. GT-ക്ക് താഴെയുള്ളത്. അതെ, ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇതൊക്കെ ആകുമ്പോൾ 4,000 രൂപ റേഞ്ച് കൊടുക്കാം. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.30 കമ്പനി സർവീസ് ഉള്ളതാണ്. 1.30 ഓടിയിട്ടുള്ളൂ അല്ലേ? ഫുൾ കമ്പനി സർവീസ് സർവീസും ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ല നീറ്റ് അല്ലേ വണ്ടി? പക്ക ക്വാളിറ്റി വണ്ടിയാണ്. അമീൻ ബ്രോ നല്ല അടിപൊളി ഇന്നോവയും കൂടി കാണിച്ചു കൊടുത്താലോ? അടിപൊളി ഹൈ ക്വാളിറ്റി വണ്ടി. 2012 മോഡലാണ് കേട്ടോ. വി വേരിയന്റ് തന്നെയാണ്. വി ആണ് അല്ലേ? വി ആണ്. അലവിലും കാര്യങ്ങളൊക്കെ ചെയ്താണ്. പിന്നെ കിലോമീറ്റർ ഒക്കെ അറിയോ? കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. 2 ലക്ഷം കമ്പനി സർവീസ്. മോട്ടോർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും. കേരള വണ്ടി തന്നെ അല്ലേ? പക്ക ക്വാളിറ്റി വണ്ടി. കേരള വണ്ടി അല്ല, റീ വണ്ടിയാണ്. റീ ആണ്. പക്ഷേ കിലോമീറ്റർ ഒക്കെ പക്കയാന്ന് പറയാം. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? ചെറിയ വില കൊടുത്തേക്കാം. എന്താ വില? 6,85,000 രൂപ കൊടുക്കും. 13 വണ്ടി. 12 വി അല്ലേ? G4ന്റെ വിലക്ക്. അതെ, 6,85,000. കുറേ ഉണ്ടോ? എന്തായാലും കൂടി ഞാൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്തോട്ടെ അല്ലേ? ഇതാണെങ്കിലോ വാഗണർ? ഇതാകുമ്പോൾ 2013 മോഡല്. 13 ആണ്. 13 കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. 70 ഓടിയിട്ടുള്ളൂ. LXI വണ്ടി മോശമൊന്നുമില്ല. വണ്ടി പക്ക ക്വാളിറ്റി വണ്ടിയാണ്. അതെ അതെ. ഇത് എന്താ പ്രൈസ്? നമുക്കൊരു 2,60,000. 2,60,000 രൂപ. നെഗോഷ്യബിൾ ആവൂലേ? അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കാം. 2011 മോഡല് SS4 ZXi ആണ് കേട്ടോ. 11 SX4 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയത്. ZXi എന്ന് പറയുമ്പോൾ പെട്രോൾ അല്ല, സോറി, 2009 ഫുൾ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കണം. 29 വരെ പേപ്പർ എല്ലാം ഉണ്ട്. ഇതിപ്പോ കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 78,000 കിലോമീറ്റർ ആണ്. പെട്രോൾ ZXi. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പക്ക ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. പ്രൈസോ? ഇതാകുമ്പോൾ നമുക്ക് 1,60,000 രൂപ ചോദിക്കുന്നത്. 1,60,000 കൂടി. അത് എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ? നമുക്ക് സംസാരിക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഒരു വാഗണറും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പിലെ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2017 മോഡൽ വാഗണർ. VXi വണ്ടിയാണ്. നല്ല നീറ്റ് ആണല്ലോ അല്ലേ? ക്വാളിറ്റി വണ്ടിയാണ്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. ജെനുവിനാണല്ലോ അല്ലേ? കിലോമീറ്റർ. ഇതിന്റെ ഈ ബോണ്ടും ഈ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 8 കൊല്ലം മുമ്പ് കമ്പനി ചെയ്തേക്കണാണ്. മാക്സിമം വില കുറച്ച് ചെറിയ വില കൊടുക്കാം. 3,40,000 രൂപ കൊടുത്തേ. 17 വണ്ടി. അതും VXi വണ്ടി. 3,40,000 രൂപ. അതും നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. എന്തായാലും നോക്കിക്കോളാം. ഇവിടെ മൊത്തത്തിൽ ചെറുതായിട്ട് കേട്ടോ, ഓവറായിട്ട് ചോദിക്കരുത്. മാക്സിമം കുറച്ച് നമ്മളിപ്പോൾ ഇതിലേക്ക് പറയുന്നത്. 3 VXiയിൽ വണ്ടി കിടപ്പുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും അല്ലേ? ഓക്കെ, എല്ലാം അയച്ചു തരാം. ഏതായാലും നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു ബീറ്റും കൂടി കാണിക്കാം അല്ലേ? ഇത് 2013 മോഡൽ ഡീസൽ വണ്ടി തന്നെ. 13 ഡീസൽ തന്നെ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അടിപൊളി. 13 ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു 2 വീറ്റ് വേറെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ LT ആണോ? ഡീസൽ വണ്ടിയാണ്. LT അല്ല, LS. മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. കിലോമീറ്റർ ഒക്കെ പറയാനുണ്ടോ ബ്രോ? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. ഉറപ്പൊന്നും പറയണ്ട, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. LCD സെറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഉണ്ടല്ലേ? ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരും. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 1 ലക്ഷം രൂപ കൊടുത്തേക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 13 വണ്ടി. അടിപൊളി. ഡീസൽ വണ്ടി ബീറ്റ്. ഡീസൽ വണ്ടി ബീറ്റ് 13 മോഡൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിയിട്ട് എടുത്തോളൂ. അമീൻ എന്തായാലും 2-3 വണ്ടി കൂടി കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിച്ചേക്കാം. ഒരു ഗഡിലൻ സാധനം കാണിച്ചു തരാം. സ്കോഡ കുഷാക്ക് ആണ്. കുഷാക്ക് ഏതാ മോഡൽ? ഇത് 2020 അല്ലേ? 20. ഇത് പെട്രോൾ അല്ലേ വരുന്നുള്ളൂ? 2022 മോഡലേ. 22 അല്ലേ? പെട്രോൾ അല്ലേ ഉള്ളൂ? ഇത് പെട്രോൾ വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? ഇതെന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതിലും സാധനം നല്ല ക്വാളിറ്റി വണ്ടി. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്രോ ബാക്കി എല്ലാത്തിന്റെ ഇന്റീരിയർ ഒന്ന് അയച്ചു കൊടുക്കണേ. ഓക്കെ, എല്ലാത്തിന്റെ അയച്ചു കൊടുക്കാം. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? എല്ലാവിധ ഫീച്ചേഴ്സ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ. വണ്ടി ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് 8,35,000 രൂപ കൊടുത്തേക്കാം. 8,35. എനിക്ക് 10-12 ലക്ഷം രൂപ 8,35 പൈസ ഇറക്കി കൊടുക്കാം മാക്സിമം. ലോ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി. 30,000 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇനി സോണറ്റ് HTK പ്ലസ്. ഇത് വെറും 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി. പെട്രോൾ ആണ്. വെറും 9,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടി അല്ലേ? പക്ക ക്വാളിറ്റി വണ്ടി. അപാകത ഉണ്ടോ ബ്രോ? ഇല്ല, അപാകത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 100%. 23 മോഡലല്ലേ? 2023 മോഡല്. അടിപൊളി. അതിന്റെ കവർ പോലും മാറിയിട്ടില്ല. അതെ അതെ. പിന്നെ 9,000 എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നാ അത്രയും ലോയല്ലേ? ഇതിപ്പോ നമുക്ക് എന്ത് വില കൊടുക്കാം? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 8,45 രൂപ.
8.45 കൊടുക്കാം. 8.45 കൊടുത്തേക്കാം. ഫുൾ ലോണും കയറും ട്രാക്ക് ഉള്ളവർക്ക് കേട്ടോ. ഫുൾ ലോണും കയറും അല്ലേ? വേറെ അപാധിയില്ലെന്ന് ഉറപ്പല്ലേ? 100% ഗ്യാരണ്ടി. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചു തരാം. ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി. ഏതാ മോഡല്? ഇത് 2017. 17 ആണ്. ബി വേരിയന്റ് തന്നെയാണ്. 63,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ കേട്ടോ. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി. ഇത് പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞേ? 63,000 കിലോമീറ്റർ. അത് ജെനുവിൻ കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ 17 വണ്ടിയല്ലേ? പക്ക ക്വാളിറ്റി വണ്ടിയാണ്. എന്ത് വിലയുണ്ട്? പ്രീമിയം വണ്ടി. ഇത് നമുക്ക് 6.5 രൂപക്ക് ഫുൾ ലോൺ 6.5 കൊടുക്കാം. അടിപൊളി. ഫുൾ ലോൺ 6,50,000 രൂപയ്ക്ക് 17 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഇല്ല. ശരി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ ഇതാ അമീനെ വിളിച്ചോ. ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ ഒന്നും പെടാത്ത വേറെ വേണമെങ്കിലും വിളിച്ചോട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ വേറെ കിടപ്പുണ്ട്. അതാണ് കയറാനുണ്ട്. എന്തായാലും നോക്കിക്കോളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ഫ്ലൈ വീൽസിലെ വണ്ടികളൊക്കെ അടിപൊളിയല്ലേ അമീൻ ബ്രോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല അടിപൊളി വണ്ടികളാണ്. പക്ഷെ വിലയും കൂടി അടിപൊളിയായിട്ട് 100% കുറച്ച് മഴക്കാലല്ലേ, ഹോൾസെയിൽ വിലക്ക വണ്ടികളെല്ലാം കൊടുക്കും. അതാണ്. അപ്പൊ ഫാമിലിക്ക് ഓഫറോടുകൂടി ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടെങ്കിൽ പോര് വണ്ടി എടുത്തോണ്ട് പോവാം. ബൈക്ക് നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാം. അതുകൊണ്ട് ബൈക്ക് ആയിട്ട് വന്നാലും നമ്മൾ എക്സ്ചേഞ്ച് വണ്ടി എടുക്കാനുള്ള സൗകര്യം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അമീനെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ. പിന്നെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഫുൾ ഫോട്ടോസൊക്കെ അയച്ചു തരും. ഇപ്പൊ തന്നെ 11 ഇവിടെ വന്ന എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അല്ലേ? ഓക്കെ. ഒരുപാട് വണ്ടികൾ ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ചത് എല്ലാം കൂടി ഉൾപ്പെടുത്തി മൊത്തം 3 ഷോറൂം ഉണ്ട്. എവിടെ? അതെ. എനിക്കൊന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ 3 ഷോറൂം. അത് ലൈസൻസ് ഷോറൂമാണ്. കോട്ടയം ജില്ലയിൽ ലൈസൻസ് ഉള്ള നമുക്കാണ് കേട്ടോ. അടിപൊളി. അപ്പൊ എന്തായാലും നേരെ പോലെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ടാക്സിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അതെ. ടാക്സി വണ്ടികളും ഒക്കെ നമ്മൾ വേറൊരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടൽ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.